സ്വന്തം ശരീരത്തിലെ വേദനയെ അതേപോലെ തന്നെ മറ്റൊരാളുടെ ശരീരത്തിൽ നമുക്ക് വീക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ വികാരത്തിന്റെ പേരാണ് കരുണ. സുതാര്യ മൂല്യങ്ങളിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെയാണ്: കമ്പാഷൻ എക്സ്റ്റെൻഡ്സ് സെൽഫ് അവെയർനെസ് ബിയോണ്ട് ദ ബോഡിലി ബൗണ്ടറി. കരുണ അഥവാ കമ്പാഷൻ എന്നത് മറ്റൊരാളുടെ വികാരം മനസ്സിലാക്കുക മാത്രമല്ല, സ്വന്തം ശരീരത്തിന്റെ അവസ്ഥയും കഷ്ടപ്പാടും പരിഗണിക്കുന്നത് പോലെ മറ്റൊരു ശരീരത്തിന്റെ അവസ്ഥയും കഷ്ടപ്പാടും പരിഗണിക്കാനുള്ള ശേഷിയാണ്. അതിലൂടെ സ്വബോധവും സംവേദനശേഷിയും സ്വന്തം ശരീരത്തിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് വികസിക്കുന്നു. മറ്റൊരാളുടെ കഷ്ടപ്പാട് സ്വന്തം ബോധത്തിന്റെ പരിധിയിലെത്തുമ്പോൾ കരുണയും പാരസ്പര്യവും സഹജീവിതവും സ്വാഭാവികമായി ഉദിക്കും. ഇതാണ് ഇന്നത്തെ വിഷയം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. സ്വന്തം ശരീരത്തിന്റെ വേദന അനുഭവിക്കുന്നത് പോലെ മറ്റൊരു ശരീരത്തിന്റെ വേദനയും കഷ്ടപ്പാടും അവസ്ഥയും ഒക്കെ അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് ശരീരത്തിന് അതീതമായി വികസിക്കുന്ന സ്വബോധമാണെന്ന് മനസ്സിലാക്കുക. അതിനെയാണ് കരുണ എന്ന് പറയുക. അവിടെ മറ്റൊരു ശരീരത്തെ സ്വന്തം ശരീരമായി കാണൽ എന്നൊരവസ്ഥയുണ്ട്. കാണുക എന്ന് വെച്ചാൽ വെറുതെ കണ്ണുകൊണ്ട് കാണലല്ല, അങ്ങനെ ഫീൽ ചെയ്യുന്നൊരവസ്ഥ. മറ്റൊരാളുടെ അവസ്ഥയെ സ്വന്തം അവസ്ഥയായിട്ട് പരിഗണിക്കാൻ കഴിയുന്നൊരവസ്ഥ. അവരുടെ കഷ്ടപ്പാടിനെ സ്വന്തം കഷ്ടപ്പാടായിട്ട് അനുഭവിക്കാൻ കഴിയുന്നൊരവസ്ഥ. അതുപോലെ തന്നെ മറ്റൊരാളുടെ നന്മയെ സ്വന്തം നന്മയായിട്ട് കാണുന്നൊരവസ്ഥ. ഇതാണ് കരുണ എന്ന് പറയുന്നത്. ചില സിനിമകൾ കാണുമ്പോൾ സിനിമയിലെ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ചില നന്മകൾ കാണുന്ന സമയത്ത് നമ്മുടെ കണ്ണു നിറയും. ഇത് ആ കരുണയുടെ സ്ഫുരണം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ കരുണ എന്നുള്ളത് ഈ ഒരു ദുഃഖത്തിന്റെ കഷ്ടപ്പാടിന്റെ ഒരവസ്ഥയിൽ മാത്രമല്ല, ഒരു നന്മ കാണുമ്പോൾ അവസ്ഥ കാണുമ്പോഴൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ശരീര പരിധിക്കും അപ്പുറത്തേക്ക് നമ്മുടെ ആ ഒരു മനോതലം, അനുഭവതലം, ആനുഭൂതിക തലം, വികാരതലം എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കരുണ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നലെ സഹാനുഭൂതിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. മറ്റൊരാളുടെ വികാരം മനസ്സിലാക്കേണ്ട അവസ്ഥ പരിഗണിക്കൽ, മറ്റൊരാളുടെ ഇഷ്ടപ്പാട് തിരിച്ചറിയൽ തുടങ്ങിയ കാര്യങ്ങൾ. ഇത് സ്വബോധത്തിന്റെ അതിരുകൾ വികസിച്ച് ഈ മറ്റൊരാളുടെ വികാരം എന്ന് പറയുന്ന ഒരവസ്ഥ തന്റെ തന്നെ വികാരമാക്കി മാറ്റുന്ന ഒരവസ്ഥയിൽ ഇത് കരുണയായിട്ട് മാറും. അവിടെ അയാൾക്കുണ്ടാവുന്ന അനുഭവം സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാകുന്ന ഒരവസ്ഥയുണ്ട്. സഹാനുഭൂതിയിൽ അതുണ്ട്. സ്വന്തമായിട്ട് സ്വന്തത്തിന്റെ കൂടെ അങ്ങ് കൂട്ടും, ഇത് സ്വന്തമായി അങ്ങ് തീരും. അതാണ് കരുണ എന്ന് പറയുന്നത്. അവിടെ ശരീരത്തിന്റെ അതിരുകൾ എന്നുള്ളത് ഒരു വിഷയമാണ്. സാധാരണ രീതിയിൽ സ്വബോധം എന്ന് പറയുന്നത് ശരീരകേന്ദ്രിതമാണ്, നമ്മുടെ ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. ഇപ്പൊ ഒരു കുഞ്ഞ് വീഴാൻ പോകുന്ന സമയത്ത് അമ്മയ്ക്ക് ഉണ്ടാകുന്ന വികാരം എന്താ? സ്വന്തം ശരീരം നൊന്നതുപോലെയാണ് ഫീൽ ചെയ്യുക, അല്ലെ സ്വന്തം ശരീരം മറിഞ്ഞു വീണതുപോലെയാണ് ഫീൽ ചെയ്യുക. ഇതിപ്പോ ഒരു അമ്മത്വമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളിൽ ഒരു വാത്സല്യം നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അത് തന്നെയാണ്. അത് കുഞ്ഞിന് പെട്ടെന്ന് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നോവും. അപ്പോ ഇത് സ്വബോധം ശരീര കേന്ദ്രിതം എന്നുള്ളൊരവസ്ഥയ്ക്കും അപ്പുറത്തേക്ക് കടന്നു പോകുന്നതാണ്. അപ്പോ സാധാരണ രീതിയിൽ ഈ ശരീരകേന്ദ്രിതമായിട്ട് നിൽക്കുന്നത്, ഇപ്പൊ കുഞ്ഞിനോടുള്ള വാത്സല്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ നിൽക്കുന്ന സമയത്ത് സ്വന്തം ശരീരത്തിന്റെ അനുഭവങ്ങളോടാണ് നമുക്ക് അടുപ്പം ഉണ്ടാവുക, അല്ലെ? ഇതര ശരീരങ്ങളോട് സ്വാഭാവികമായിട്ടൊരു അകലം നമുക്ക് തോന്നാറുണ്ട്. ഞാനെന്ന ബോധത്തിൽ ഒരു പരിധി വയ്ക്കാറുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോ ശരീരാതീതമായ അനുഭവങ്ങള് അതിന്റെ ഒരു സാധ്യത അവിടെ നമ്മൾ സാധാരണ രീതിയിൽ കാണാറില്ല. പക്ഷെ ഈ കുഞ്ഞിനെ കാണുന്ന സമയത്ത് ഇതങ്ങ് മാറും. നമ്മൾ ചില വ്യക്തിത്വങ്ങളെ കാണുമ്പോൾ നമുക്ക് ഈ ബാരിയർ അങ്ങ് പൊളിയും. ആ ബാരിയർ പൊളിയുമ്പോൾ ആ സ്വബോധം എന്നുള്ളത് വിപുലീകരിക്കും. ഞാൻ
ഞാൻ എന്നുള്ള സ്വയം എന്നുള്ള ബോധം അങ്ങ് വികസിച്ചിട്ട് സ്വന്തം ശരീരത്തിനപ്പുറത്തുള്ള അനുഭവങ്ങളിലേക്ക് നമ്മൾ നീങ്ങുകയും അത് അനുഭവിക്കാനുള്ള ശേഷി നമ്മൾ വളരുകയും ചെയ്യും. മറ്റൊരു ശരീരത്തിന്റെ അവസ്ഥയെ നമ്മൾ കൃത്യമായിട്ട് ഉൾക്കൊള്ളുകയും അതിന്റെ കഷ്ടപ്പാടിനോട് ആന്തരികമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാവുകയും ഞാൻ എന്നുള്ള ഒരു പരിധിയിൽ നിന്ന് നാം എന്ന ബോധത്തിലേക്ക് നാം സ്വയം വികസിക്കുന്നത് നമുക്ക് കാണാനാവുകയും ചെയ്യും. ഇപ്പോ ബുദ്ധിമുട്ടുള്ള ഒരാൾ എന്തെങ്കിലും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളെ അലിയിച്ച് അതിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവതരിപ്പിക്കുന്ന ചില ആളുകളുണ്ട് എൻ്റെ അടുത്ത്. അവരുടെ കോള് വരുമ്പം ആള് പറയും, അത് കണ്ട ഉടനെ അലിയാൻ നിൽക്കണ്ട, അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്, അത് മനസ്സിലാക്കുക എന്ന്. അതൊക്കെ മനസ്സിലാവും, പക്ഷെ ആ സമയത്ത് നമ്മുടെ അലിവ് നടക്കും. അപ്പൊ ഈ കരുണയുടെ ആഴം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അലിവിന്റെ അളവിനനുസരിച്ചാണ്. മറ്റൊരാളെ പുറത്തു നിൽക്കുന്നവനായിട്ട്, അത് എന്റെ ശരീരത്തിന് പുറത്തു നിൽക്കുന്നതായിട്ട് കാണാതിരിക്കുന്ന ഒരവസ്ഥയാണ് സത്യത്തിൽ കരുണയുടെ ഡെപ്ത് തീരുമാനിക്കുന്നത്. അയാളുടെ ശരീരത്തെ അന്യമായിട്ട് കാണാതിരിക്കുന്ന ഒരവസ്ഥ, അവരുടെ അവസ്ഥയെ നമ്മുടെ ഉള്ളിൽ പരിഗണിക്കുന്ന ഒരവസ്ഥ, അവരുടെ വേദനയിലേക്ക് നമ്മുടെ ബോധം എത്തുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയിലാണ് ആ കരുണയുടെ ആഴം സ്ഥിതി ചെയ്യുന്നത്. ഇത് ശരീരപരിധിക്കപ്പുറത്തുള്ള ഒരു സംവേദനശേഷിയാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു സ്പന്ദനത്തെ നമ്മൾ അറിയുന്നത് പോലെ ശരീരപരിധിക്കപ്പുറത്തുള്ള ഒരു ഇടത്ത്, ഒരു സ്പേസിലേക്ക് നമ്മുടെ സംവേദനശേഷി ശരീരപരിധിയുടെ അപ്പുറത്തേക്ക് കടന്നു പോകുന്ന ഒരവസ്ഥ. മറ്റൊരാളുടെ അവസ്ഥയെ നമ്മൾ തിരിച്ചറിയുകയാണ് ആ സമയത്ത്, അല്ലെ? അവരുടെ വേദനയെ നമുക്ക് കൃത്യമായിട്ട് പരിഗണിക്കാൻ കഴിയുന്നു, ആന്തരികമായി പരിഗണിക്കാൻ കഴിയുന്നു. അവരുമായിട്ടുള്ള പാരസ്പര്യത്തെ അനുഭവമായി നമ്മൾ മാറ്റുന്നു. ഈ ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് ബഹുമാനം എന്നുള്ളൊരു അവസ്ഥയിൽ നമുക്ക് കാണാൻ കഴിയും. അതിനെ നമുക്ക് ആ സ്വന്തം ശരീരത്തെ റെസ്പെക്ട് ചെയ്യുന്നത് പോലെ അവരുടെ ശരീരത്തെ നമുക്ക് ആദരിക്കാൻ കഴിയും. അവരുടെ അവസ്ഥയെ നമ്മുടെ ശരീരത്തെ പരിഗണിക്കുന്ന ഗൗരവത്തോടു കൂടി കാണാൻ കഴിയും. അതിന് ആദരിക്കുന്ന സമയത്ത് അവരുടെ കഷ്ടപ്പാടിനെ അവഗണിക്കാൻ കഴിയില്ല, അവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കാൻ നമുക്ക് കഴിയും. അപ്പോ അവരുടെ അവസ്ഥയെ മനസ്സിലാക്കി അവരുടെ ആവശ്യത്തെ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടുന്ന സഹായം ചെയ്ത് അവരുടെ വേദന കുറിക്കാനുള്ള ഇടപെടലിലൂടെയാണ് ഈ പാരസ്പര്യം, കരുണ എന്നുള്ള പാരസ്പര്യം നടപ്പിലാകുന്നത്. അപ്പോ ഒളിമ്പസ് ഇതിനെയൊക്കെ കാണുന്നത് ഒരു രീതിയിലാണ് സ്വബോധത്തിന്റെ ശരീരത്തിന് അതീതമായ വിപുലീകരണം എന്നുള്ളതാണ് ഒന്ന്. പിന്നെ ജീവൻ എന്നുള്ളത് എന്റെ ജീവനും അതിന്റെ ജീവനും രണ്ടാണെന്നുള്ള രീതിയിൽ വേർതിരിക്കാതെ അതിനെ അനുഭവിക്കുന്ന ശേഷി. ഞാനും അത് വെവ്വേറെ എന്ന് പറയുമ്പോഴല്ലേ, അല്ല, രണ്ടും ഒന്ന് തന്നെയാണെന്ന് അറിയുന്ന ഒരവസ്ഥ. അവിടെ ഇതര ശരീരങ്ങളിൽ നിന്ന് എന്റെ ബോധത്തെ വേർതിരിച്ച് നിർത്തുന്നതിന് പകരം ഇതര ശരീരങ്ങളിലേക്ക് എന്റെ ബോധത്തെ വ്യാപിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് കരുണയുടെ സമയത്ത് ഉണ്ടാകുന്നത്. അവിടെ നമ്മൾ ശരിക്കും ഈ പാരസ്പര്യത്തെ ആന്തരികമായിട്ട് അനുഭവിക്കുകയാണ് ചെയ്യുക. കൃത്യമായിട്ട് ഏകതയുടെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുക. അപ്പോ കരുണ നമ്മളിൽ ഉണ്ടാകുന്നത് ഈ വഴിയാണ്. സ്വന്തം ശരീരബോധം എന്നുള്ളതാണല്ലോ നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാവുക. അത് മറ്റൊരു ശരീരത്തിലേക്ക് വ്യാപിക്കുന്ന ഒരവസ്ഥ, മറ്റൊരു ശരീരത്തിന്റെ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തും. ആ തിരിച്ചറിവിൽ നിന്നും അതിനെ പരിഗണിക്കുന്നു, പരിഗണനയിൽ നിന്നും അതിനെ അനുഭവിക്കുന്നതിൽ നിന്നും അതിനെ കരുതലോടുകൂടി കണക്കാക്കുന്നു. ആ കരുതലിൽ നിന്നും അതൊരു ആക്ടിവിറ്റി ആയിട്ട് മാറ്റുന്നു, പ്രവർത്തനമായിട്ട് മാറ്റുന്നു. ആ പ്രവർത്തനമാണ് ഈ സഹജീവനം എന്നുള്ളതിന്റെ അടിസ്ഥാനം. അപ്പൊ നമ്മൾ വന്ന് നിന്നത് സഹജീവനത്തിലാണ്. സുതാര്യ മൂല്യങ്ങൾ എങ്ങനെയാണ് സഹജീവനത്തിന് പ്രാപ്തമാക്കുന്നത് എന്നുള്ളത്, അതായത് ആത്മീയാവബോധത്തിന്റെ ഒരു വിപുലീകരണമാണ് കരുണ എന്നുള്ളത് നമ്മൾ ഇവിടെ മനസ്സിലാക്കുകയാണ്. നമ്മൾ സ്വന്തം ശരീരത്തിൽ ഒതുങ്ങുന്നില്ല എന്നും ബോധം ബന്ധങ്ങളിലൂടെ വികസിക്കുന്നുണ്ട്. നമ്മുടെ ബോധം നമ്മുടെ ശരീരപരിധിയിൽ ഒതുങ്ങാതെ ബന്ധങ്ങളിലൂടെ അത് വികസിക്കുന്നു എന്നും നമ്മുടെ അനുഭവശേഷി
പാരസ്പര്യത്തിലൂടെ ഇങ്ങനെ ഓരോ കണ്ണികൾ കടക്കും തോറും അതിങ്ങനെ നീണ്ടു പോകുന്നു എന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇതിന്റെ മറ്റൊരു രൂപം നമ്മൾ കോട്ടക്കാർവ് ചെയ്യുന്ന സമയത്ത് കൈകൾ ചേർത്ത് കണ്ണികളായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഊർജത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിന്റെ ശേഷി അപ്പുറത്തേക്ക് പോകുന്നത് ചിലരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവും. മറ്റൊരാളുടെ കഷ്ടപ്പാട്, മറ്റൊരാളുടെ അനുഭവം, മറ്റൊരാളുടെ ഊർജം ഇതൊന്നും അന്യമായി നിലനിൽക്കുന്നില്ല. ഇത് ജീവന്റെ ഏകതയുടെ ഒരു വിന്യാസമാണ്. ഇത് തിരിച്ചറിയുമ്പോൾ കരുണ എന്നുള്ളത് നമ്മളിൽ സ്വാഭാവികമായിട്ട് നിലനിൽക്കും. സുതാര്യമൂല്യങ്ങളിൽ വളരെ ആഴത്തിലുള്ള ഒന്നാണ് ഈ കരുണ എന്ന് പറയുന്നത്. ഈ കരുണയെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ സുതാര്യമൂല്യങ്ങളുടെ ഒരവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. സമൂഹത്തില് പാരസ്പര്യം എന്നുള്ള അവസ്ഥ, സമൂഹത്തിൽ ഇപ്പോഴും വ്യക്തിപരതയുടെ ഒരു ലോകത്ത് ജീവിക്കുന്ന സമൂഹത്തിൽ ഇപ്പോഴും കരുണയുടെ അംശം നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ വ്യക്തിപരമായ പാരസ്പര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും ബാക്കിയാകുന്നത്. അത് നിങ്ങളിലുള്ളത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക. എത്രത്തോളം ബാക്കിയുണ്ടെന്നൊന്ന് പരിശോധിക്കുക. ആ അറിവുമായിട്ട് തുടർന്നുള്ള പാഠങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.